വറുത്തതാണ് തയ്യാറാക്കുന്നത്. വെള്ളക്കടല വറുക്കുന്നതിന് വേണ്ടി ഈ കടല നമുക്ക് 8 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. അങ്ങനെ 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി ഇട്ട കടലയാണത്. ഇത് നമുക്ക് ഒരു കുക്കറിൽ ഇട്ട് കുറച്ച് ഉപ്പിട്ട് അത് വെള്ളക്കടലേരെ മേലെ നിൽക്കുന്ന സൈസ് ഒരു വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒരു വിസിലടിക്കണം. ഒരു വിസിലടിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒരു വിസിലടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഈ പ്രഷർ കളഞ്ഞിട്ട് തുറക്കാം. ഇപ്പം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു വിസിലടിക്കുമ്പോൾ നമുക്ക് നിർത്താം. ഒരു വിസിലടിച്ചിട്ട് ഞാൻ പ്രഷർ കളഞ്ഞ് അത് ഒരു അരിപ്പയിൽ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. 2 തരത്തിൽ ഞാൻ വറുക്കുന്നുണ്ട്. മസാല ഇട്ടിട്ടും വറുക്കുന്നുണ്ട്, വെറുതെയും വറുക്കുന്നുണ്ട്. വെള്ളമൊക്കെ വാറുന്നുണ്ടെങ്കിൽ നമുക്കൊരു തുണിയിൽ ഒപ്പിയെടുക്കാം. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഒപ്പാം. ഇതിപ്പോൾ ഞാനൊരു നല്ലൊരു തോർത്തും കൊണ്ട് എടുത്ത് ഒപ്പിയെടുത്തതാണ്. ആ സമയത്ത് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ച് ഇതിൽ പാൻ ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് ഇത് വറുത്ത് കോരാം. പാൻ ചൂടായിട്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഡ്രൈ ആയ കടല വറുത്ത് കോരാം. തീ ഹൈയിലിടണം, നല്ല മുരിഞ്ഞെടുക്കണം. അഞ്ച് 10 മിനിറ്റ് ഇതിങ്ങനെ വെളിച്ചെണ്ണയിലിട്ട് മൊരിച്ചെടുക്കണം. അപ്പം നല്ല ക്രിസ്പിയാവും. ഉപ്പ് ചേർത്ത കാരണം ഇതിൽ ഉപ്പുണ്ട്. നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്തുണ്ട്. അപ്പം ഇങ്ങനെ വെറുതെ കുറിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ്. കടലേരെ കളർ മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ വെന്തുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് കോരാം. നല്ല ക്രിസ്പി ടേസ്റ്റ് ഉള്ളത്. അങ്ങനെ ചായക്കൊക്കെ കുറിക്കാൻ ബെസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പാത്രത്തിൽ അടച്ച് വെച്ചാലും ഇത് കേടുവരില്ല. നമ്മുടെ വെള്ളക്കടല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ടേസ്റ്റാണ്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.